ബാക്ക് അഗെയിൻ. അപ്പം നമ്മുടെ ബയോളജി ഫുൾ മാർക്ക് തന്നെ നമുക്ക് മേടിക്കേണ്ടതുണ്ട്. 40 പക്ക ഷുവർ ആക്കണം. സോ അതിന് ഏറ്റവും കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് തരും, അത് നിങ്ങൾ ആൻസർ ചെയ്യുകയും ചെയ്യണം കമന്റ് ബോക്സിൽ. അപ്പം നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ നല്ലോണം വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പം ക്വസ്റ്റ്യൻ 1 മാർക്ക് ആയിക്കോട്ടെ 2 മാർക്ക് ആയിക്കോട്ടെ, നല്ലോണം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, വായിക്കണം. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ മോഡൽ. മോഡൽ തരുന്നതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. മോഡൽ RNA എന്ന് പറയുന്നത് ഷുഗർ റൈബോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ DNA ഷുഗർ ആണ് പറഞ്ഞിട്ടുള്ളത്. DNA നമുക്കറിയാം ഡീഓക്സി റൈബോസ് ഷുഗർ ആണ് അല്ലേ, ഡീഓക്സി റൈബോസ് ഷുഗർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുക, ഡീഓക്സി റൈബോസ് ഷുഗർ. ഓക്കെ, യെസ്. അപ്പൊ RNA DNA തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കണം. DNA ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA നമുക്കറിയാം യുറാസിലാണ് കാണുക, തൈമിന് പകരം DNA തൈമിനായിരിക്കും ഉണ്ടാവുക. അടുത്തത്, ദ ബ്ലഡ് ഗ്രൂപ്പ് വിത്ത് ആന്റിബോഡി ഈസ്. ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിബോഡി ഈസ്. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം എല്ലാ ആന്റിജനും ഉള്ള ബ്ലഡ് ഗ്രൂപ്പിലാണ് ആന്റിബോഡി ഉണ്ടാവാതിരിക്കുക. സോ AB ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ടാവില്ല, ആന്റിബോഡികൾ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ AB പോസിറ്റീവിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നും പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം. മൂന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ആന്തര സമസ്ഥിതി ഭാഗത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൺ അതർ ദാൻ ദ ഹൈപ്പോതലാമസ് അല്ലേ. നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെറിബ്രം ഇമോക് സെൻസേഷൻസ് ആണ് നമ്മുടെ ചിന്ത, ബുദ്ധി, ഇന്റലിജൻസ് ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. തലാമസ് ആണെങ്കിലോ റിലീസ് സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുകയാണ്. മിഡിൽ ഒബ്ലോങ്കേറ്റ് ആണ് നമുക്കറിയാം ഇൻവോളണ്ടറി ആക്ഷൻസ്, നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ്, റെസ്പിറേറ്ററി റേറ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മിഡിൽ ഒബ്ലോങ്കേറ്റ് ആണ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് പെയർ അല്ലേ. ചൂസ് ദി കറക്റ്റ് പെയർ എന്നാണ്. പ്രൊലാക്റ്റിൻ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ്. ആൽഡോസ്റ്റിറോൺ പ്രൊമോട്ട് ഗ്രോത്ത്. കോർട്ടിസോൾ സോൾട്ട് വാട്ടർ ബാലൻസ്. മെലറ്റോണിൻ മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. അപ്പം ഇതുപോലെ ക്വസ്റ്റ്യൻ വരും, ഓരോ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷൻസും വെച്ചിട്ട്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് പേര് എന്നാണ് നമുക്കറിയാം. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ് വരുന്നത് അല്ലേ. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനമാണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരിക. സോ ഇത് കറക്റ്റ് ഓപ്ഷൻ ആണ്. ചൂസ് ദ കറക്റ്റ് പെയർ. അഞ്ചാമത്തതിലേക്ക് വരുമ്പോൾ, പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് വിച്ച് ഇസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് വൈറൽ ഡിസീസ്. എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞിരുന്നു, ആ ടേബിൾ ഓർത്ത് വെക്കണം. നമ്മൾ ഡയബറ്റീസിനെതിരെ ഉള്ളതാണ് ഇത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇവിടെ ചോദിച്ചത് വൈറൽ ഡിസീസിനെതിരെയാണ്. വൈറൽ ഡിസീസിനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്റർഫെറോണുകളാണ്. പെയിനിന് വേണ്ടിയിട്ടാണ് എൻഡോർഫിൻ ഉള്ളത്. പിന്നെ സൊമാറ്റോട്രോപിൻ എന്തിനാണ്, ഗ്രോത്ത് ഹോർമോൺ വേണ്ടിയിട്ട്. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ജനറ്റിക് സിസർ, റെസ്ട്രിക്ഷൻ, എൻഡോന്യൂക്ലിയസ് ആണ്. ജനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നത് ആരാണെന്നാണ്, അത് നമ്മുടെ ലിക്കേസ് ആണ്. പഠിച്ചു വെക്കണേ, ജനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നത് ആരാണ്, ലിക്കേസ് ആണ്. ലിക്കേസ്. അപ്പം ജനറ്റിക് സിസർ മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഒട്ടിച്ച് ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ് ലിക്കേസ്, അതിൽ നമ്മൾ ലൈഗേസ് എന്നും പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് യെല്ലോ സ്പോട്ട്. ചുവടെ നൽകിയിരിക്കുന്നതിൽ പീതബിന്ദുവിനെ സംബന്ധിച്ച് ശരിയായ ഉത്തരമാണ്. ദർ ഇസ് നോ വിഷൻ അറ്റ് ദിസ് പോയിന്റ്. ഫോട്ടോ റിസെപ്റ്റർ ഇസ് ആബ്സെന്റ് ഹിയർ. ഒപ്റ്റിക് നെർവ് ബിഗിൻ ഫ്രം ദിസ് പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. യെല്ലോ സ്പോട്ടാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ പീതബിന്ദുവിൽ നമുക്കറിയാം പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. മാക്സിമം വിഷൻ കിട്ടുന്നത് യെല്ലോ സ്പോട്ടിലാണ്. ആബ്സെൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്ത ഭാഗത്തെ നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ്. അന്ധബിന്ദു അത് നമ്മൾ ഒപ്റ്റിക് നെർവിന്റെ തുടക്കത്തിലാണ് കാണുക. വിച്ച് ഇസ് നോൺ ആസ് യൂത്ത് ഹോർമോൺ. യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്, നമ്മുടെ തൈമോസിൻ ആണ് കേട്ടോ. തൈമോസിൻ ആണ് യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഐഡന്റിഫൈ ദ പ്രോട്ടോസോവൽ ഡിസീസ്. തന്നിട്ടുള്ളതിൽ ഏതാണ്, മലേറിയ ആണ്, മലമ്പനിയാണ് നമ്മുടെ പ്രോട്ടോസോവ ഡിസീസ് എന്ന് പറയുന്നത്. വിച്ച് ഓർഗാനിസം ബിലോങ് ടു സെർക്കോപിത്തഗോയിഡ്. നമ്മൾ പഠിക്കുന്നതാണ് ആന്ത്രോപോയിഡിൽ സെർക്കോപിത്തഗോയിഡ് ഹൊമിനോയിഡിയും ഉണ്ട്. സെർക്കോപിത്തഗോയിഡ് ഒരാളാണ് വരുന്നത്, അതാരാണ്, നമ്മുടെ മങ്കിയാണ്, കുരങ്ങാണ്. ബാക്കി ചിമ്പാൻജി, ജിബൺ, അതുപോലെ ഗൊറില്ല, ഇവരെല്ലാം ഗിബണും ഗൊറില്ലയും എല്ലാം എവിടെയാണ് വരുന്നത്, അത് നമ്മുടെ ഹൊമിനോയിഡയിൽ ആന്ത്രോപോയിഡിൽ ഹൊമിനോയിഡിയയിലായത് വരുന്നത്. ഡെവലപ്ഡ് ബ്രെയിനും ഫ്രീലി മൂവബിൾ ഹാൻഡ്സുമാണ്. സ്കിൻ ഈസ് കൺസിഡർഡ് എ സേഫ്റ്റി ഷീൽഡ് ഓഫ് ബോഡി. വൈ. ത്വക്കിനെ ശരീരത്തിന്റെ സുരക്ഷാ കവചമായി കണക്കാക്കുന്നു. എന്തുകൊണ്ട്?
എന്തുകൊണ്ടാണ്? ഇറ്റ് ആക്ട് ആസ് എ സേഫ്റ്റി ഷീൽഡ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് പാത്തജൻ ഇൻ ടു ബോഡി. രോഗാണുക്കളെ തടയാനുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും വലിയ അവയവമാണ് ദ സ്കിൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ ഫൗണ്ട് ഇൻ എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ്. അല്ലെ, രോഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ടി നമ്മളെ ഒരു കവചമായിട്ട് ആക്ട് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഈ ഒരു സ്കിന്നാണ്. അതിൽ എന്തുണ്ട്? അവിടെ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നുണ്ട്. സെബം പ്രൊഡ്യൂസ് കീപ് സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. നമ്മുടെ സ്കിന്ന് നല്ല മെഴുമെഴുക്കുള്ള രീതിയിലും വാട്ടർ പ്രൂഫായിട്ട് വെക്കുന്നതും ആരാണ്? നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സെബമാണ്. സ്വെറ്റ് ആക്ട് ആസ് ഡിസിൻഫെക്റ്റന്റ്. സ്വേദഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്വെറ്റ് എന്ന് പറയുന്ന വിയർപ്പ്. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ടേസ്റ്റ് ഷുഡ് ബി ഡിസോൾവ്ഡ് ഇൻ മ്യൂക്കസ് ടു സ്റ്റിമുലേറ്റ് ദ കീമോറിസെപ്റ്റേഴ്സ്. ശരിയാണ്. കോക്ലിയ കണ്ടെയ്ൻ സ്പെഷ്യലൈസ്ഡ് സെൻസറി സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഷുഡ് ബി ഡിസോൾവ് ഇൻ മ്യൂക്കസ് എന്നാണ്. ടേസ്റ്റ് മ്യൂക്കസിലാണോ? അല്ല, അതെവിടെയാ? സലൈവയിലാണ് കലരേണ്ടത് അല്ലേ. അപ്പം ഇവിടെ ശ്ലേഷ്മം മാറ്റി നമ്മൾ എഴുതേണ്ടത് ഏതാണ്? ഉമിനീര് എന്നാണ് കേട്ടോ. ഉമിനീരാണ്. അടുത്തത് കോക്ലിയ കണ്ടെയ്ൻ സ്പെഷ്യലൈസ്ഡ് സെൻസറി സെൽസ് കൺസേൺഡ് വിത്ത് ഹിയറിംഗ്. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് ഇസ് ദ കണ്ടീഷൻ ഡ്യൂ ടു ഡിഫക്റ്റ് ഓഫ് കോൺസൽ. അതും ശരിയാണ്. ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഹൗസ് ഫ്ലൈ ഈസ് ഐ സ്പോട്ട്. ഈച്ചയിൽ നമ്മൾ കാണുന്ന ഐ സ്പോട്ട് അല്ല, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഒമറ്റിഡിയ എന്നാണ്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒമറ്റിഡിയ ആണ്. ഓക്കെ ഓക്കെ, ആൻസർ കറക്റ്റ് ആയാലും സലൈവ, അതുപോലെ ഒമറ്റിഡിയ. വാട്ട് ഈസ് ദ റോൾ ഓഫ് mRNA TRNA ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്? പ്രോട്ടീൻ നിർമ്മാണത്തിൽ mRNAയും അതുപോലെ തന്നെ tRNAയുടെ പങ്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കി വെച്ചോ, mRNA ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോം ആൻഡ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിനുള്ള വിവരങ്ങൾ mRNAയിൽ കൂടെയാണ് റൈബോസോമിൽ എത്തിക്കുന്നത്. ആൻഡ് tRNA എന്ത് ചെയ്യുന്നു? അവിടേക്ക് വേണ്ട പ്രോട്ടീൻ നിർമ്മിക്കേണ്ട അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് tRNAയുടെ ഫംഗ്ഷൻ. സോ DNA കൊടുക്കുന്ന മെസ്സേജ് കൊണ്ടുവരുന്നത് mRNA ആണ്. അമിനോ ആസിഡുകളെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ്? അത് നമ്മുടെ tRNAയുമാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ആണ്. സിംറ്റംസ്, കോസസ്, ഡിസീസസ് തന്നിട്ടുണ്ട്. തലച്ചോറിൽ ഡോപ്പമിന്റെ ഉൽപ്പാദനം കുറയുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. എപ്പോഴാണ് ഈ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് കുറയുന്നത്? ഡോപ്പമിന്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ഒരു ഡിസീസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്രെയിൻ ഡിസീസ്. ഏതൊരു ചാപ്റ്ററിലെയും ഡിസീസ് സ്പെസിഫിക് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ അത് ചോദ്യം വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഇത് ഏതാണ് ഡിസീസ് എന്ന് ആലോചിക്കണം. ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഡോപ്പമിന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ലോസ് ഓഫ് ബോഡി ബാലൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്രൊഫ്യൂസ് സലൈവേഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ രോഗം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പാർക്കിൻസൺ ഡിസീസ് ആണ്. അപ്പം പാർക്കിൻസൺ ഡിസീസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ 2 എന്ന് പറയുന്നത് എന്താ? 3 എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസ് ആണ്. പാർക്കിൻസൺ രോഗം, അതിന്റെ ലക്ഷണമാണ് എന്താ? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ശരീരത്തിന് തുല്യത നഷ്ടപ്പെടുക, ഇറഗുലർ മൂവ്മെന്റ്സ് ഓഫ് മസിൽ, അനിയന്ത്രിതമായിട്ട് പേശി ചലനം ഉണ്ടാവുക, വിറയ്ക്കുക, ഷിവറിംഗ് ഓഫ് ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ, വായിൽ വല്ലാണ്ട് ഉമിനീരുണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഏത് നോക്കാം? കേവലം ഓർമ്മകൾ പോലും ഇല്ലായിരിക്കും, ദിനചര്യകൾ പോലും ചെയ്യാൻ പറ്റാതെ അൽഷിമേഴ്സ് ആണ്. അതിന്റെ സിംറ്റം ആണ് ഇവിടെ കൊടുത്തത്. അതിന്റെ റീസൺ ആണ് ഇത്? അക്യുമുലേഷൻ ഓഫ് ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് അല്ലേ. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് വഴി എന്ത് ചെയ്യുന്നു? ആ ഗാംഗ്ലിയോണുകൾ നശിപ്പിക്കപ്പെടുന്നു. അപ്പം ആ ന്യൂറോണുകൾ നശിക്കുന്നത് വഴിയാണ് നമുക്ക് ഈ ഓർമ്മ നശിക്കുന്നത്. അതാണ് അൽഷിമേഴ്സിന്റെ റീസൺ. സോ എപ്പിലെപ്സി, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഇത് 3ന്റെയും സിംറ്റംസും റീസൺസും പഠിച്ചിട്ട് പോവുക. We withdraw our hand when accidentally touch on a sharp object. മൂർച്ചയുള്ള ഒരു സാധനത്തെ നമ്മൾ സ്പർശിക്കുമ്പോൾ അറിയാതെ നമ്മൾ കൈ വലിച്ചു പോകും. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് റെസ്പോൺസ് ഇസ് മെൻഷൻഡ് ഹിയർ? എന്താണ് ഇവിടുത്തെ റെസ്പോൺസ്? ഈ ഒരു റെസ്പോൺസിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിരോധത്തെ നമ്മൾ പറയുന്നതാണ് എന്താ? റിഫ്ലക്സ് ആക്ഷൻ അല്ലേ. ഈ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് പ്രവർത്തനം എന്നാണ്. 2 ടൈപ്പ് റെസ്പോൺസ് നമ്മളിവിടെ പഠിക്കുന്നതാണ്, സെറിബ്രൽ റിഫ്ലക്സും സ്പൈനൽ റിഫ്ലക്സും. അപ്പം സ്പൈനൽ റിഫ്ലക്സും സെറിബ്രൽ റിഫ്ലക്സും പഠിച്ചു വെക്കുക. സെറിബ്രമാണ് റിപ്ലൈ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് സെറിബ്രൽ റിഫ്ലക്സ്. സ്പൈനൽ കോഡാണ് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതെങ്കിൽ അത് സ്പൈനൽ റിഫ്ലക്സുമാണ്. ഫൈൻഡ് ഔട്ട് എ ആൻഡ് ബി ദ ഫ്ലോ ചാർട്ട് ഓഫ് സെൻസിങ് വിഷൻ. നമ്മൾ കാഴ്ച കാണുന്നതാണ്. ലൈറ്റ് റേസ് ആദ്യം വന്ന് എത്തുന്നത് എവിടെയാണ്? കോർണിയയിലാണ്, നമ്മുടെ കോർണിയയിലാണ്. അങ്ങനെയാണെങ്കിൽ ദ അക്വസ് ഹ്യൂമർ, പീപ്പിൾ ഓഫ് ഐറിസ് ഡാഷ് വിട്രിയസ് ഹ്യൂമർ. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിരുന്നു സെൻസ് ഓഫ് വിഷൻ, സെൻസ് ഓഫ് ടേസ്റ്റ്, സെൻസ് ഓഫ് ഹിയറിംഗ്, സെൻസ് ഓഫ് ബോഡി ബാലൻസിങ്, ഇതിൻ്റെയൊക്കെ ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ബിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് പ്രോസസ് ഇൻ റൈറ്റ് ഓർഡർ. തന്നിട്ടുള്ളത് ഏതാണ്? നമ്മുടെ പ്രോസസ്സ് ഏതാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ബിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കാം,
ആദ്യത്തേത് ഏതാ വരുന്നത്? engulf the pathogen in embryosa. രോഗാണുക്കളെ സരസഞ്ചിയിലേക്ക് അകത്താക്കുന്നു. മെംബ്രേൻസ് കമ്പൈൻസ് വിത്ത് ലൈസോസോം. ലൈസോസോമുമായിട്ട് ഇത് കൂടിച്ചേരുന്നു. എന്നിട്ടോ എൻസൈമിൽ ലൈസോസോം ഡിസ്ട്രോയ് ദ പാത്തജൻ. ആ എൻസൈം ആ പാത്തജനെ ഒക്കെ നശിപ്പിക്കുന്നു. പിന്നീടോ വേസ്റ്റിനെ പുറത്തോട്ട് കളയുന്നു. എക്സ്പെൽ ദ റെമനൻസ്. ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പം ഫാഗോസൈറ്റോസിന്റെ ഓർഡർ, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഓർഡർ, പനി ഫീവറിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇൻഫ്ലമേഷന്റെ വീങ്ങൽ പ്രതികരണത്തിന്റെ ഓർഡർ, അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവാം. Why are endocrine glands are called ductless glands? When a substance is formed, then only hormone will be activated in the cell. Name the substance. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? നാളീരഹിത ഗ്രന്ഥികളാണെന്ന് അല്ലേ? കാരണം എന്താണ്? ഹോർമോൺസ് റീച്ച് എവറി സെൽ ഇൻ ദ ബോഡി. ദേ ട്രാൻസ്പോർട്ടഡ് ബൈ ബ്ലഡ്. ഈച്ച് ഹോർമോൺ ആക്ട് ഓൺ അപ്പോൺ ദ സെൽ. വി ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ഓരോ ഹോർമോണുകളും രക്തത്തിലൂടെ ഒഴുകിയാണ് ചെല്ലുന്നത്. അവരുടെ റിസപ്റ്റേഴ്സ് ഗ്രാഹികൾ എവിടെയാണോ ഉള്ളത് അതിനെ കണ്ടെത്തി അവിടെ രൂപപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? അവിടെ ഒരു സ്പെസിഫിക് റിസപ്റ്റേഴ്സിൽ വന്നാണ് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ രൂപം കൊള്ളുന്നതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, മനസ്സിലാക്കി തന്നെ വെക്കാം. Stages in the process of protein synthesis are given below. Arrange them in sequential order. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ താഴെ തന്നിരിക്കുന്നു. അവ ഉചിതമായി ക്രമീകരിച്ച് എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഇതിൻ്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ആദ്യം എന്താ സംഭവിക്കുന്നത്? mRNA ഫോംസ് ഫ്രം DNA. ആദ്യം mRNA എന്ത് ചെയ്യുന്നു? DNA നിന്ന് രൂപപ്പെടുന്നു. അവിടെ നിന്ന് DNA നിന്ന് പുറത്തെത്തുന്നു. അവിടെ നിന്ന് നേരെ റൈബോസോമിലെത്തുന്നു. അവിടേക്ക് വിവിധ തരം അമിനോ ആസിഡുകളുമായിട്ട് ആരെത്തുന്നു? നമ്മുടെ tRNA എത്തുന്നു. അത് കഴിഞ്ഞിട്ടോ ഈ tRNA വിവിധ തരം അമിനോ ആസിഡുകൾ എത്തിച്ചു കഴിഞ്ഞാൽ mRNAയിലെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂടിച്ചേരുന്നു. ലാസ്റ്റ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡറും പഠിച്ചു വെക്കണേ. An illustration related to chemical evolution is given below. Complete it appropriately. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ, മോണോസാക്രൈഡ്, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ, പോളിസാക്രൈഡ്. ഇതിനൊക്കെ എക്സാമ്പിൾ എഴുതണം അല്ലേ? അപ്പോൾ മോണോസാക്രൈഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് എഴുതാം അമിനോ ആസിഡ്, അതുപോലെ തന്നെ നൈട്രജൻ ബേസ് ഫാറ്റി ആസിഡ്സ് ആണ്. ഇനി പോളിസാക്രൈഡിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ന്യൂക്ലിയോടൈഡുകൾ, പ്രോട്ടീന്, കൊഴുപ്പുകളൊക്കെ. അപ്പോൾ അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ന്യൂക്ലിക് ആസിഡും കൊഴുപ്പാവനും കൂടെ ചേർന്ന് എന്ത് രൂപപ്പെടുന്നു? പ്രിമിറ്റീവ് സെൽ അല്ലേ? ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർഡർ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്, രാസപരിണാമ സിദ്ധാന്തമാണെന്ന് മനസ്സിലാക്കാം. അനലൈസ് ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഫില്ലപ്പ് 1, 2 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫീമെയിൽ 44 + XX തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഒന്നാമത്തെ നോക്ക്, എക്സും എക്സും കൂടെ വരുമ്പോൾ ഒന്നാമത്തേത് XX ആണ്, ഇവിടെ XX വരുന്നു. ഇവിടെ XY ആണ്, ഇവിടെ രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ XY ആണ് വരേണ്ടത്. അപ്പോൾ 1ഉം 2ഉം നമ്മൾ ഫില്ല് ചെയ്തു, XXും XYയും. അടുത്ത ചോദ്യം, ദ ക്രോമസോം ഓഫ് ഫാദർ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. കുഞ്ഞാണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്ന പിതാവിൽ നിന്നുള്ള ക്രോമസോമുകളാണ് വിശദീകരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി 1 type of egg, each carrying X chromosome, but male produce 2 types of sperms. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തന്നെ എന്തു ചെയ്യുന്നുണ്ട്? അമ്മയിൽ നിന്ന് എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അച്ഛൻ സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 50% ഓഫ് സ്പേംസ് ക്യാരി X ക്രോമസോം, അത് 50% ക്യാരി Y ക്രോമസോം. അപ്പം 50% എക്സും ഉണ്ട്, 50% വൈയും ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ഏത് എക്സുമായിട്ട് ചേർന്നായിരുന്നാലും 50% തന്നെ ചാൻസ് ആണ് ആൺകുട്ടി ഉണ്ടാവാനും പെൺകുട്ടി ഉണ്ടാവാനും. അതുകൊണ്ട് ആ അച്ഛന്മാരിലുള്ള ക്രോമസോമാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. മെയിൽ പ്രൊഡ്യൂസ് 2 type of sperms in equal proportion. സെക്സ് ഡിറ്റർമിനേഷൻ, ക്രോമസോം ഓഫ് ഫാദർ ഡിറ്റർമൈൻ whether child is male or female അല്ലേ? അപ്പോൾ അച്ഛൻ്റെ ക്രോമസോം ആണ് ഉണ്ടാവുന്ന കുട്ടിയാണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ഇത് പഠിച്ചു വെക്കണം. ഈ പോയിന്റ് അതിൽ വേണം. Observe the news given below and answer the question. Worldwide endeavor to develop safe and effective COVID-19 vaccine is now bearing fruit. വാട്ട് ആർ വാക്സിൻസ്? വാക്സിനേഷനെ പറ്റിയിട്ടാണ്. വാക്സിൻ എന്നാൽ എന്ത്? വാക്സിനുകൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക, ഏതെങ്കിലും 2 വാക്സിനുകളുടെ പേര് എഴുതാനാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ആണ്. ആൻറ്റിബോഡികളെ ശരീരത്തിനുള്ളിൽ കൃത്രിമമായി രൂപപ്പെടുത്തുന്ന വസ്തുക്കളാണ് നമ്മൾ പറയുന്നത് വാക്സിനുകൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ടീരിയോ ഫംഗസിൻ്റെയോ ഒക്കെ ഇൻആക്റ്റീവ് ടോക്സിൻസ് ആണ് നമ്മൾ വാക്സിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എലൈവ് ഓർ ഡെഡ് ഓർ ന്യൂട്രലൈസ്ഡ് ജംസ്, അതാ ഇവിടെ പറയുന്നത് എന്താണ് ഉപയോഗിക്കുന്നത്? എലൈവ് ആയിട്ടുള്ളതോ ഡെഡ് ആയിട്ടുള്ളതോ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ജേംസിനെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ സെല്ലുലാർ പാർട്സ് ഓഫ് പാത്ത്. അപ്പം മൃതമാക്കപ്പെട്ട രോഗാണുക്കൾ, ജീവനുള്ള നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കൾ, രോഗകാരികളായ കോശഭാഗങ്ങളെയാണ് നമ്മൾ വാക്സിന് വേണ്ടി എടുക്കുന്നത്. ആൻഡ് ഇവിടെ കുറച്ച് വാക്സിനുകളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. BCG, OPV, പെൻറ്റാവാലന്റ് അല്ലെങ്കിൽ MMR. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ മക്കളെ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനലൈസ് ഇല്ലസ്ട്രേഷൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് നമ്മുടെ ഫാഗോസൈറ്റോസിസ്. സോ ഈ പ്രോസസ്സിൽ നമുക്കറിയാം ഏതാണ്
ഏതാണ്? ഫാഗോസൈറ്റോസിസ് ആണ്. ഇവിടെ ഉൾപ്പെടുന്ന ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റും ആണെന്ന് പഠിച്ചു വെക്കുക. ആൻഡ് ഈ പ്രക്രിയയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രോയ് പാത്തജൻ ആണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കാനുള്ള കഴിവാണ് ഫാഗോസൈറ്റുകൾക്ക് ഉള്ളത്. പ്രോസസ്സ് മനസ്സിലാക്കണം. അതിന്റെ ഓർഡറിംഗ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിംഗ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അക്രോമെഗാലി, അതുപോലെ തന്നെ നമുക്കറിയാം ജയന്റാഡിസം, ഓരോ പ്രോസസ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻസും അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസും അതിന്റെ റീസൺ അല്ലെങ്കിൽ കോസ് എന്താണെന്ന് മനസ്സിലാക്കാം. സോ മുഖം, താടിയിലെ വിരലുകൾ എന്നിവയിൽ അസ്ഥികൾ വളരുന്നതിന് നമ്മൾ അക്രോമെഗലി എന്ന് പറയുന്നത്. കാരണം എന്താണ്? സൊമാറ്റോട്രോപിൻ ഇൻക്രീസ് ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ആണ്. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനമാണ്. അടുത്തതോ പറയുന്നത് ഭീമാകാർത്ഥം അല്ലെങ്കിൽ ജയന്റാഡിസം ആണ്. അതിന്റെ റീസൺ നമ്മൾക്കറിയാം. പ്രൊഡക്ഷൻ സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസ് ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസ്. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുന്നതാണ് ജയന്റാഡിസം അല്ലെങ്കിൽ ഭീമാകാരത്വം. അവിടെ എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡിയാണ് ഉണ്ടാകുന്നത്. വലിയതായിട്ട് ശരീരം വളരുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ഡ്വാർഫിസം ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഡിക്രീസ് ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസ്. വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറയുന്നതാണിത് വാമനത്വം എന്ന് പറയുന്നത്. റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണിത് വാമനത്വം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മക്കളെ റീഡ്രോ ചെയ്യാൻ ചോദിക്കും. അപ്പം റീഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ സ്കെച്ച് എടുക്കാനെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ലേബലിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത്. സോ ഒന്നെന്ന് പറയുന്നത് ഏതാണ്? വെസ്റ്റിബുലാർ നെർവ്, രണ്ടാമത്തെ ഓഡിറ്ററി നെർവ്, മൂന്നാമത്തേത് വെസ്റ്റിബ്യൂള്, നാലാമത്തേത് സെമി സർക്കുലർ കനാൽ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകളാണ്. ഇത് എങ്ങനെയാണ് ബോഡി ബാലൻസിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ വെസ്റ്റിബുലാർ നെർവും ഓഡിറ്ററി നെർവും ആണ് 1, 2 കൊടുത്തിട്ടുള്ളത്. അപ്പൊ മൂവ്മെന്റ്സ് ഓഫ് ഹെഡ് എങ്ങനെയാ ബോഡി മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ തല അനങ്ങുമ്പോൾ ആ അനക്കത്തിനനുസരിച്ച് നമ്മുടെ വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലറിന്റെ ഉള്ളിലുമുള്ള എൻഡോലിംഫ് അനങ്ങുന്നു അല്ലെ. ആ എൻഡോലിംഫിന്റെ ചലനം എന്ത് ചെയ്യുന്നു? രോമകോശങ്ങളിലെ ഗ്രാഹ്യക്രമങ്ങൾ ചലനത്തിന് കാരണമാവുന്നു. അപ്പൊ എൻഡോലിംഫ് അനങ്ങുമ്പോൾ ഹെയർ സെൽസ് മൂവ് ചെയ്യും. ഹെയർ സെൽസിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പൾസ് ഉണ്ടാവുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ ഇമ്പൾസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ഇമ്പൾസ് നേരെ നമ്മുടെ വെസ്റ്റിബുലാർ നെർവ് വഴി സെറിബെല്ലത്തിലേക്ക് പോകുന്നു. അപ്പൊ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലേക്ക് പോകുന്നു. സെറിബെല്ലമാണ് ബോഡി മൂവ്മെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ക്വസ്റ്റ്യൻ എന്താ? XY എന്ന എൻസൈമുകൾ കണ്ടെത്താം. കണ്ടോ? ഇവിടെ എക്സ് ഉപയോഗിച്ച് ഇൻസുലിൻ ഉൽപാദന ജീൻ മുറിച്ചെടുക്കുന്നു പറഞ്ഞു. മുറിച്ചെടുത്താൽ അതേതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഇൻസുലിൻ ഉൽപാദനെ പ്ലാസ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് പറഞ്ഞത് Y എന്ന് പറഞ്ഞാൽ അത് DNA ലൈക്കേസ് എന്ന് പറയാം. സോ 2 എൻസൈമുകൾ പഠിച്ചു വെക്കണം. അതിന്റെ ഫംഗ്ഷൻസും പഠിക്കാം. അടുത്തത് ഈ പ്രക്രിയയിൽ പ്ലാസ്മിഡിന്റെ പങ്ക്. പ്ലാസ്മിഡാണ് നമ്മൾ വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇസ് എ വെക്ടർ ആൻഡ് വാഹകരായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? പ്ലാസ്മിഡ് ആണ്. അടുത്തത്, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്ടീരിയയുടെ പിൻതലമുറയ്ക്ക് ഇൻസുലിൻ ഉൽപാദക ശേഷി ഉണ്ടോ? എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു വെക്കണം. അത് മാത്രമല്ല, അടുത്ത് നോക്കുക, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്ടീരിയ പിൻതലമുറയിലേക്ക് പോകും. കാരണം എന്താ? ബാക്ടീരിയ കണ്ടെയ്നിങ് ജീൻസ് ഹാവ് ദ എബിലിറ്റി കൺട്രോളിംഗ് ഇൻസുലിൻ പ്രൊഡക്ഷൻ. ദേ റെപ്ലിക്കേറ്റ് ആൻഡ് ഫോംസ് മോർ ഇൻ നമ്പർ. ഇൻസുലിന്റെ ഉൽപാദനം നിയന്ത്രിക്കുന്ന ജീനുകൾ അടങ്ങിയത് ബാക്ടീരിയയിൽ അവയുടെ പകർപ്പെടുക്കുകയും എണ്ണത്തിൽ കൂടുതൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ അത് ജീന് കൈമാറി അടുത്ത ജനറേഷനിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ ജങ്ക് ജീൻസ് എന്താണെന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ചോദ്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം ഇന്നത്തെ ലൈവിന്റെ കാര്യം മറക്കണ്ട. എല്ലാവരും കറക്റ്റ് 7:30 തന്നെ വരിക. ഇത് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സീ യു സൂൺ ഇൻ ദ ലൈവ്. ബൈ ബൈ.